ഇപ്പൊ ഒരു ഫണ്ണ് പറഞ്ഞു തുടങ്ങി അത് ഈ മൈക്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ കേട്ടില്ലായിരുന്നു. ജനങ്ങളും കേക്കട്ടെ പറ. ഫണ്ണായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോ വിഷമമുണ്ടോ? ഇതിനൊക്കെ എന്ത് വിഷമം? ഇതൊക്കെയാണ് ചെറുപ്പത്തില് കുട്ടിക്കാലം മുതലേ കാണാൻ പിന്നെ ആ ഒരു വാത്സല്യം ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ട്രിബ്യൂട്ടാ കൊടുത്തത്. ജീവിക്കുന്നുള്ള അതിമോഹം കുറെ കൊറേ കാലം എന്ന് പറയാം, അധികാലം എനിക്ക് ക്രഷ് അടിച്ചു തോന്നിയില്ലേ? അതുപോലെ എനിക്കും ക്രഷ് അടിച്ചായിരുന്നു. അപ്പൊ സ്വന്തം ചേട്ടന്റെ ഭാര്യയോട് എങ്ങനെയാണ് ട്രാക്കായി പോയെന്നെ പടം. ദിലീപേട്ട ഒത്തിരി സന്തോഷം കേട്ടോ. ഞങ്ങൾക്ക് നല്ലൊരു ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒരു മനോഹരമായ സിനിമ തന്നതിന് ആദ്യം തന്നെ എല്ലാവരോടും നന്ദി. ഇനി നമുക്ക് തുടങ്ങാം. വലിയ സന്തോഷമാണ്. സിനിമയിലെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛനും 3 മക്കളും. അതെ. പക്ഷെ അമ്മയും മറ്റുള്ളവരും വന്നിട്ടില്ല. നമ്മുടെ കുടുംബത്തിൽ വേറൊരു അംഗം വന്നിട്ടുണ്ട്. അപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിശേഷം എന്ന് പറഞ്ഞ സിനിമ നിങ്ങളെല്ലാവരും കണ്ടതാണ്. കണ്ട സിനിമയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ രീതിയിൽ സിനിമയ്ക്ക് മുമ്പല്ല ഇന്റർവ്യൂസ് വരുന്നത്. അതെ. ഇതൊന്ന് മാറ്റി പിടിക്കാൻ കാരണം എന്തുവാ? മാറ്റി പിടിക്കാനുള്ള കാരണം നിങ്ങളൊക്കെ ആയതുകൊണ്ട് എന്ന് വെച്ചാല് ഈ സിനിമയുടെ മെയിൻ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. അതെ. അപ്പൊ അതിനെക്കുറിച്ച് അതിന് മുമ്പേ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ നമ്മൾ ഇത് ശരിക്കും വളരെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് തലോടി മാത്രമേ ഞങ്ങൾ ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയുടെ ഏതെങ്കിലും ഒരു എലിമെന്റ് വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ എഴുതാപ്പുറങ്ങൾ വായിച്ച് അങ്ങനെ വേറെ തരത്തിലാക്കി കളയും മൊത്തത്തിൽ. ഇതിപ്പോ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് സിനിമ കണ്ടത്, അല്ലേ? ആ കണ്ട സിനിമയെ കുറിച്ച് സംസാരിക്കാനാണ്. പക്ഷെ സോഷ്യൽ മീഡിയയെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോ ശരിക്കും നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അതെ. അതിന് എന്റെ ജീവിതത്തോട് ചിലത് കണക്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അതാണ് പറഞ്ഞത്. പറയേണ്ട കാര്യം അല്ല, അതല്ല യൂട്യൂബ്. അതാ പറഞ്ഞത്. ആ യൂട്യൂബേഴ്സ് തന്നെയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു മോശം കുറച്ച് ആൾക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആ മോശം പറഞ്ഞ ആൾക്കാർ ഓടിച്ചിട്ട് അടിച്ചത് യൂട്യൂബേഴ്സും ഈ സിനിമ കണ്ട പ്രേക്ഷകരുമാണ്. നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, എതിരൊന്നും പറയാനും വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് കണ്ട സിനിമയെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു ഇന്നിപ്പോ സിനിമ ഇറങ്ങി കഴിഞ്ഞ് 3-4 ദിവസമായി. 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ സിനിമയ്ക്ക് അത്രയേറെ പബ്ലിസിറ്റി തന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. മൗത്ത് പബ്ലിസിറ്റിയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പബ്ലിസിറ്റിയും വിജയവും. ഒന്നൊന്നര അടിപൊളി കുടുംബം തന്നെ ആയിരുന്നു കേട്ടോ ഇത്. ഞാൻ കണ്ടു പടം. ഞാൻ കണ്ടില്ല. നായികയെ കണ്ടപ്പം തന്നെ ക്രഷ് അടിച്ചു കേട്ടോ. ശരിക്കും അതില് ശരിക്കും ക്രഷ് അടിച്ചു. കാരണം ആ ഡാൻസ് കളിച്ചു വരുന്ന ഒരു സീന്, അല്ല അത് ഒന്നും പറയാനില്ല. ശരിക്കും ഈ ഒരു പടത്തിലോട്ട് വന്നപ്പോ ധ്യാൻ ചേട്ടൻ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തന്നിരുന്നോ? ഇങ്ങനെ അഭിനയിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അങ്ങനെ? ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ എന്റെ ഒരു ഇതില്ല. അപ്പോഴാണ് ഞാൻ പോയിട്ട് അവളെ നിർദ്ദേശിച്ചത്. അല്ല, എന്തെങ്കിലും പറഞ്ഞു ഇദ്ദേഹം ഇരിക്കുന്നു, ദിലീപ് സിദ്ദിഖ് ഇരിക്കുന്നു, ഇവരൊക്കെ നിർദ്ദേശിച്ചൂടെ? സംവിധായകൻ ഫസ്റ്റ് ആക്ച്വലി ചേട്ടനെ കണ്ടപ്പോ തന്നെ ഞാൻ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് അഭിനയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ലേറ്റർ ചേട്ടൻ എന്റെ അഭിനയം കണ്ടപ്പോ ആദ്യം കണ്ടത് ഇതിനെ കുറിച്ച് എന്തൊക്കെ പൊട്ടിക്കാൻ തോന്നി. അത് കണ്ട ഞങ്ങൾക്കും തോന്നി. ആദ്യം ഡാൻസ് ഒക്കെ കണ്ടപ്പോൾ ക്രഷ് അടിച്ചു. പിന്നെ ദിലീപേട്ട എന്തുകൊണ്ട് ദിലീപേട്ട പൊട്ടിച്ചില്ല? ദിലീപേട്ട ആ സീരി ദിലീപേട്ടൻ ഇപ്പം പൊട്ടിക്കും എന്നൊരു തോന്നലെല്ലാം കാണുന്ന പ്രേക്ഷകർക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അല്ല, അതാണല്ലോ ഇപ്പോഴത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു പെണ്ണിനെ തല്ലിയ തീരാവുന്ന വിഷയങ്ങൾ അതല്ലല്ലോ. അതെ. അതല്ലാതെ എങ്ങനെ പുതുമയായിട്ട് ചെയ്യുന്നു എന്നല്ലേ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചത്. ഇപ്പൊ മറ്റത് ഒരു അടി അടിച്ചിരുന്നെങ്കിൽ സാധാരണ എല്ലാ സിനിമകളിലും സംഭവിക്കുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കാര്യം. അപ്പൊ അതിനേക്കാൾ അവിടെ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരു അടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ വേദന പോകുമ്പോൾ ചിലപ്പോൾ അത് പോവുമായിരിക്കും. പക്ഷെ അവളുടെ ലൈഫിൽ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അയാൾ ചെയ്തത്, അല്ലേ? അതെ. അപ്പൊ അതാണ് നമ്മൾ കാണാത്ത കാര്യങ്ങൾ സിനിമയോട് കണ്ടപ്പോഴാണ് അത് കൊള്ളാം എന്ന് പറയുന്ന തോന്നൽ വന്നത്. അതെ. സിദ്ദിഖിക്ക ഓരോ ഫ്രെയിമിൽ സിദ്ദിഖിക്കയുടെ കണ്ണ് നിറയുമ്പോഴും തിയേറ്ററിലെ ജനങ്ങളുടെയും കണ്ണ് നിറയുകയായിരുന്നു കേട്ടോ. എങ്ങനെ സാധിക്കുന്നത്? എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തു നോക്കുന്നുള്ളൂ. സാധാരണ ഇമോഷണൽ രംഗങ്ങൾ അഭിനയിക്കുന്നതിനേക്കാളൊക്കെ വളരെ
കുറച്ചാണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അതെപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ചെയ്ത ഓരോ സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് ഓവറായി പോയി, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് ചെയ്യാമായിരുന്നു എന്ന് തോന്നും. ഇതും കുറേ കാലം കഴിയുമ്പോൾ എനിക്കിത് കാണുമ്പോൾ ഇത് തോന്നും ഇതും അത്ര നന്നായില്ല, കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നും. അങ്ങനെ ഓരോ സിനിമകൾ കഴിയുമ്പോൾ നമുക്ക് അധികകാലം ജീവിക്കുന്നുള്ള അതിമോഹം കുറെ കാലം പ്രായത്രയില് നീ കൊറേ കാലം എന്ന് പറയാം അധികകാലം എടാ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അതും 65 കാര്യം പറയട്ടെ, കൊറേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എടാ മധുസാർ വയസ്സ് കൂട്ടി പറഞ്ഞാണ് എന്നോട് കുട്ടിയാ പറഞ്ഞ ആദ്യം വയസ്സ്. എടാ മധുസാർ 93, മനസ്സിലായ? ഞങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. ആ പിന്നെ സെഞ്ചുറി അടിച്ചിട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളോട് പറയല്ലേ. നീ വിചാരിക്കും പോലെ ഒന്നും അല്ല കാര്യങ്ങള്, ഇതൊക്കെ നോക്കിക്കോ. അപ്പൊ നമുക്ക് അങ്ങനെയാണ്, നേരത്തെ നമ്മൾ ചെയ്ത സിനിമകള് ഞങ്ങൾക്കൊക്കെ തോന്നും അങ്ങനെ നന്നായില്ല എന്ന് തോന്നും. ഇങ്ങനെ ഫണ്ണായിട്ടൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോ വിഷമമുണ്ടോ? ഇതിനൊക്കെ എന്ത് വിഷമം? ഇതൊക്കെയാണ് ചെറുപ്പത്തില് കുട്ടിക്കാലം മുതലേ കാണാൻ പിന്നെ ആ ഒരു വാത്സല്യം ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ട്രിബ്യൂട്ട് കൊടുത്തത് അധികം കാലം ഇല്ല എന്നുള്ളത്. അങ്ങനെ എത്ര കാലം ഉണ്ടോ ഉള്ള അത്രയും കാലം ഞങ്ങൾക്ക് വേണം, അത്രയും കാലം ഉണ്ടാവട്ടെ. ഉള്ളിടത്തോളം കാലം നമ്മളെപ്പോഴും എല്ലാം അതെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്നും അറിയില്ല, ആർക്കും അറിയില്ല ആരുടെ കാര്യം. ഇങ്ങനെ ഒരു അനിയൻ തന്ന പണിക്ക് ചേട്ടൻ എന്തുവാ പറയാനുള്ളത്? ഏത് ഇപ്പത്തെ ഈ അനിയന് അനിയൻ അങ്ങനെ വലിയ പണിയൊന്നും തന്നില്ല. അനിയൻ പണിയും പറഞ്ഞു വിട്ടു. അതെ, ആ പണിയുടെ അവസാനം നമ്മൾ പറഞ്ഞു വിട്ടു വേഗം. അതെ, അതിന് നേരെ ഷൂട്ടിങ്ങിന് വരാത്തോണ്ടാട്ടോ പറഞ്ഞു. വിഷമം തോന്നിയോ ഞാൻ ചേട്ടാ ക്യാമറ പോയത്? ഇഷ്ടമുണ്ട് ഇതിനകത്ത്. എന്താണ് നിനക്ക് ക്രഷ് അടിച്ചു തോന്നിയില്ലേ? അതുപോലെ എനിക്കും ക്രഷ് അടിച്ചായിരുന്നു. അപ്പൊ സ്വന്തം ചേട്ടന്റെ ഭാര്യയോട് എങ്ങനെയാണ് ട്രാക്കായി പോയെന്നെ പടം. നിങ്ങളവരെ ചേർത്ത് പിടിക്കല്ല കേട്ടാ, നമ്മുടെ കുടുംബത്തിൽ കിട്ടാൻ പറ്റില്ല ഇവരെ. എടാ എന്റെ മോൻ ഇതാടാ, നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് സംശയം ഈ പ്രിൻസും റാണിയും തമ്മിൽ എത്ര വയസ്സ് വ്യത്യാസമുണ്ട്? എത്രയെങ്കിലും ഉണ്ടായിക്കോട്ടെടാ. പറയുന്നുണ്ടല്ലോ ഇയാള് കല്യാണം കഴിക്കാൻ വൈകിയിരിക്കുന്ന ആള് 24 വയസ്സുള്ള കുഞ്ഞ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇയാൾ അതുകൊണ്ടാണല്ലോ മറ്റാള് പറഞ്ഞത് ഇതൊക്കെ നീ വെറുതെ ഒരു കിളി വന്നിട്ട് പടവൃക്ഷത്തിൽ ഇരിക്കുമെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഇതിനൊന്നും മറച്ചു വെക്കുന്നില്ല. ഈ നായികയെ പ്രേമിച്ചിരുന്നെങ്കിൽ തോന്നിയായിരുന്നോ എപ്പോഴെങ്കിലും? നായികനല്ല, ഞാൻ പടത്തിലെ കാര്യം പറഞ്ഞു. പടത്തിലെ ക്യാരക്ടറിന് ചിലപ്പോ ഒരു ക്രഷ് തോന്നി, അങ്ങനെ കാനഡയ്ക്ക് വിട്ടു. എവിടെയോ എന്തെങ്കിലും പറഞ്ഞു വിട്ടു. ഇങ്ങനെ 2-3 മക്കൾ ജനിച്ചത് സന്തോഷിക്കുന്നു, ദുഃഖിക്കുന്നു? ഇവന്റെ ഇതാണ് ഇവന്റെ കയ്യിലിരിപ്പ്. പക്ഷെ ഇരിക്കട്ടെ, ഒരു ഗുരുത്തം കേട്ട മോൻ അങ്ങനെ ഇരിക്കട്ടെ. എന്നാലും കൂട്ടത്തിൽ മൂത്ത മോൻ മാത്രം പണിക്ക് പോകുന്നു, ബാക്കി 2 പേരും വെറുതെ ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ അപ്പന് പറയത്തില്ലായിരുന്നോ എന്തേലും പണിക്ക് പോടാ? അപ്പനും വെറുതെ ഇരുന്നല്ലേ വെള്ളം കൊണ്ട് ഷർട്ട് വിട്ടിട്ട് കേരള കോൺഗ്രസ് പറഞ്ഞ് നടപ്പ് മാത്രമേ ഉള്ളൂ. മോന്റെ പോക്കറ്റിൽ തന്നെയാണ് അപ്പനും അടിക്കുന്നത്. അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. മക്കൾ അതവൻ പറഞ്ഞത് ശരി, അപ്പന്റെ അല്ലേ മോൻ. മക്കൾ അത് കാണിക്കും. ഇളയ മോനോ? ഇളയ മോന് പിന്നെ വ്യത്യാസം. അവൻ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ച് 3-4 മക്കളും ഒക്കെ ആയി. പ്രൊഡക്ഷനിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചു. ഇവര് 3 പേരും പ്രൊഡക്ഷന്റെ പരിപാടികൾ. 3 പേരിലടാ ഇവർ 2 പേരും. അല്ല, നിങ്ങളുടെ പ്രൊഡക്ഷനിൽ ഞങ്ങൾ പോകുന്നത്. ആ പ്രൊഡക്റ്റിൽ നല്ല പിന്നെ ബാക്കി മൊത്തം ഫാക്ടറി, ചൈൽഡ് ഫാക്ടറി. ശരിക്കും അച്ഛൻ തന്നൊരു കയ്യൊപ്പ് കേട്ടോ, ബാക്കി ഡെലിവറി വന്നോണ്ടിരിക്കുന്നത് അല്ലേ? മനസ്സിലായില്ല. കുഞ്ഞാ ഇങ്ങനെ ഒരു സാധനം ശരിക്കും മലയാള സിനിമയുടെ മഹാറാണിയായിട്ട് മാറിക്കഴിഞ്ഞു കേട്ടോ. അതിൽ യാതൊരു സംശയവും. ലുക്ക് കൊണ്ടാണെങ്കിലും വർക്ക് കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളി. ശരിക്കും ദിലീപേട്ട, ഈ നായികയാണ് കഥ കൊണ്ടുപോയത്, സത്യമല്ലേ? തീർച്ചയായിട്ടും. ഞാൻ കഥ കേൾക്കുന്ന സമയത്ത് തന്നെ ഷാരിസിനോടും ബിന്ദുവിനോടും പറഞ്ഞാൽ ഈ ക്യാരക്ടർ ആരാ ചെയ്യുന്നത്? കാരണം ഈ ക്യാരക്ടർ മോശമായാൽ ഈ സിനിമ മോശമാവും. അപ്പൊ അതുകൊണ്ട്
ഏത് തരത്തിലെന്ന് വെച്ചാൽ പുതിയൊരാൾ വേണം, ഉള്ള ഒരാൾ വേണം, അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വേണം. ഇപ്പൊ എല്ലാ അർത്ഥത്തിലും ശരിക്കും പറഞ്ഞാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നായകനെ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുൻ ധാരണകളുണ്ടാവും. അപ്പോൾ പുതിയൊരാൾ, പക്ഷെ പുതിയൊരാളെന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് എന്ന് പറയുന്നൊരു എലിമെന്റ് അതിനകത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റായിട്ട് നമുക്ക് റാണ എന്ന ഈ നർത്തകി ഒരു മഹാറാണിയെ കിട്ടിയല്ലേ? അതെ, മലയാള സിനിമയ്ക്ക് നല്ലൊരു നായിക, നല്ലൊരു നടിയെ കിട്ടി. ഈ തൊട്ടതെല്ലാം പൊന്നാക്കാൻ എങ്ങനെ സാധിക്കും ദിലീപേട്ടാ? അല്ല, നമുക്കൊരു നമ്മുടെ കൂടെ ഉദ്ദേശിച്ച് നമ്മുടെ കൂടെ ഒരുപാട് നായികമാര് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അവരൊക്കെ ദൈവം അനുഗ്രഹിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും രക്ഷപ്പെടുകയല്ല, അവരൊക്കെ മലയാള സിനിമ, കന്നഡ, തെലുങ്ക്, തമിഴ് എല്ലാ ഇൻഡസ്ട്രിയിലും അറിയപ്പെടുന്ന, പലരെയും ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന നായികമാര് തന്നെയാണ്. ആ കൂട്ടത്തിൽ പുതിയതായിട്ട് ഒരാളെ കൂടി നമുക്ക് പറയാം. എൻ്റെ കൂടിയാണ് ആ കുട്ടി വന്നത്. നാളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരുപാട് ലാംഗ്വേജിലൊക്കെ പോകാൻ ടാലന്റഡ് ഉള്ള ഒരാളാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാം, അല്ലേ? തീർച്ചയായിട്ടും. സിദ്ദിഖ് ആ പടത്തില് ഇപ്പൊ ഇമോഷണൽ ആണെങ്കിലും കോമഡി ആണെങ്കിലും ഇതെല്ലാം വർക്കൗട്ട് ചെയ്യാൻ ഇനി എത്ര കാലഘട്ടം കഴിഞ്ഞാലും സിദ്ദിഖ് ചേട്ടനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഈ സെറ്റിലാണെങ്കിൽ പോലും ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂവിൽ പറയുന്ന തമാശകൾ സെറ്റിലും ഉണ്ടോ? നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ടോ? സെറ്റിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാറില്ലേ? അങ്ങനെ സെറ്റൊക്കെ എപ്പോഴും വളരെ തമാശയൊക്കെ പറഞ്ഞൊക്കെ തന്നെയാണ് പോകുന്നത്. ഈ അച്ഛനും മക്കളൊക്കെ സിനിമയിലാണെന്നേ. ഇതൊക്കെ നമ്മൾ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഞാനും ഇവരുടെ പ്രായത്തിലേക്ക് അങ്ങ് പറയും. ഇവൻ പറഞ്ഞ പോലെ ഒന്നുമല്ല. ചോദിച്ചു നോക്കതേ, നമ്മുടെ സെറ്റില് ആണോന്നോ? അവസാനമായിട്ട് പറ സിദ്ദിഖ് ധ്യാൻ ചേട്ടനോട് പറഞ്ഞ ഫണ്ട് ഏതാ ഓർമ്മ വരുന്നേ സെറ്റില്? ഇപ്പൊ ഒരു ഫണ്ട് പറഞ്ഞെന്ന് തുടങ്ങി അത് ഈ മൈക്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ കേട്ടില്ലായിരുന്നു. കേട്ടില്ല. ജനങ്ങളും കേക്കട്ടെ, പറ. ഞങ്ങളുടെ ഇടയിൽ മാത്രമുള്ള തമാശകളാണ്. അതൊക്കെ പുറത്തങ്ങനെ പറയാൻ പറ്റും. അതൊക്കെ ഞങ്ങൾക്ക് മാത്രമായിട്ട് ചില നല്ല നല്ല നിമിഷങ്ങളാണ്. ആളെ കേട്ട എന്നെയും ബാൻ ചെയ്യും ഞങ്ങൾ.